ആം ഇസ്രയേൽ ഖായ്. ഇന്നലെ ഇസ്രയേൽ പാർലമെൻറ്റിൽ മോദി പറഞ്ഞ വാക്കുകൾ ആവേശത്തോടെയാണ് ഇസ്രയേൽ ജനത ഏറ്റെടുത്തത്. ഇസ്രയേലിലെ പാർലമെൻറ്റിലെ മുഴുവൻ അംഗങ്ങളും എണീറ്റ് നിന്ന്, ഒരു രാഷ്ട്രത്തലവൻ വരുമ്പോൾ എണീറ്റ് നിൽക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എണീറ്റ് നിന്നവർ മോദി 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ഈ വാക്കിൻ്റെ, ഞാൻ ഹിബ്രുവിലെ ഈ വാക്കിൻ്റെ അർത്ഥം നോക്കി. ഇസ്രയേൽ ജനത ജീവിക്കുന്നു. ഇസ്രയേലുകാർ അവരുടെ ആഘോഷങ്ങളിൽ, പ്രാർത്ഥനകളിൽ, രാഷ്ട്രീയത്തിലൊക്കെ പറയുന്നതാണ് എന്നും ഇസ്രയേൽ ജീവിക്കും, എന്നും ഇസ്രയേൽ ജീവിക്കുമെന്ന് മോദിയും ആം ഇസ്രയേൽ ഖായ് എന്ന് ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, നദി മുതൽ സമുദ്രം വരെ, റിവർ ടു സീ, ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ സീ വരെ പലസ്തീനാക്കണം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ തുടച്ചു നീക്കണം, ജൂതന്മാരെ മുഴുവൻ കൊല്ലണം എന്ന് പറയുന്ന സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ചെന്നിട്ട് ഇസ്രയേൽ ജീവിക്കും, ആം ഇസ്രയേൽ ഹായ് എന്ന് വീണ്ടും പറഞ്ഞത്. ആം ഇസ്രയേൽ ഹായ്, ഹായ് അല്ല ഹായ് എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു സന്ദേശമാണ്. 2023 ഒക്ടോബർ 7 നടന്ന ഹമാസിൻ്റെ കൂട്ടക്കൊലയെ അപലപിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, നമ്മുടെ പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധി ഒരു ബാഗും തൂക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്രയേലികളെ, ജൂതന്മാരെ മുഴുവൻ തുടച്ചു നീക്കാൻ റിവർ ടു സീ എന്നുള്ള ബാഗുമായിട്ട് ചെന്നു. രാഹുലും പ്രിയങ്കയും അതിനിശിതമായി മോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തെ അപലപിക്കുകയാണ്. അപ്പോഴാണ് ഹീബ്രു ഭാഷയിൽ, ബൈബിളിൻ്റെ ഭാഷയിൽ, ജൂതന്മാരുടെ ഭാഷയിൽ മോദി ആം ഇസ്രയേൽ ഖായ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വലിയൊരു രാഷ്ട്രീയ മെസ്സേജ് ഇല്ലേ? ഇന്ത്യയുടെ നിലപാട് മാറിയോ? ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞാൽ, അതായത് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു നരേന്ദ്രമോദി ലോകർക്ക് മുഴുവനും. എന്തായിരുന്നു ഇസ്രായേൽ എന്നുള്ളത്. ഒന്നാമത് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ ലോകത്തിലെ ഏറ്റവും പുരാതന സംസ്കാരങ്ങൾ, 2 പുരാതന സംസ്കാരങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് ഇതെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിനു മുമ്പ് പ്രസംഗിച്ച ബെഞ്ചമിൻ നെതാന്യാഹു ആകട്ടെ എന്താ പറഞ്ഞതെന്ന് അറിയില്ലേ, 1-ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിൽ, ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഭാരത സൈനികർ ഒരുമിച്ച് നിന്ന് പോരാടിയതിൻ്റെ ഫലമായിട്ടാണ് ഹൈഫ എന്ന് പറഞ്ഞ തുറമുഖം അവർക്ക് കീഴടക്കാൻ പറ്റിയതെന്നുള്ളത്. അപ്പോൾ അവരെന്നും, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഈ ലോകം മുഴുവൻ നമുക്കെതിരായിട്ട് നിന്നപ്പോഴും നമുക്കൊരു വീടുണ്ടായിരുന്നു, അത് ഇന്ത്യയാണ്. ആ കാര്യം ഇസ്രായേലി ജനത ഒരിക്കലും മറക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് ദ ലയൺ ഓഫ് ഏഷ്യ എന്നാണ്. ദ ലയൺ ഓഫ് ഏഷ്യ. ഒരു രാഷ്ട്രത്തലവന്മാരെയും മറ്റൊരു രാഷ്ട്രത്തലവൻ ഒരേ വേദിയിൽ വെച്ചിട്ട് അങ്ങനെ പറയാറില്ല. ഇസ്രായേൽ എന്താ മോശമാണോ ധൈര്യത്തിൻ്റെ കാര്യത്തിലും ബുദ്ധിശക്തിയുടെ കാര്യത്തിലുമൊക്കെ? അവര് വളരെ പരിമിതമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള അതും ഇസ്രായേലിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഇന്നലെ അവരുടെ കെനസറ്റിന്റെ സ്പീക്കർ അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തത്. മാത്രമല്ല സാർ, ഞാൻ മറ്റൊന്ന് കണ്ടു. അതായത് വിമാനത്താവളത്തിൽ മോദി ഇറങ്ങുന്നു, പ്രോട്ടോകോൾ ലംഘിച്ച് എല്ലാം മാറ്റിവെച്ചിട്ട് നെതന്യാഹുവും ഭാര്യ സാറയും വരുന്നു. കണ്ടപാടെ ബിബി എന്ന് വിളിച്ചിട്ടാണ് മോദി വരുന്നത്. അവർ രണ്ടും ആലിംഗനം ചെയ്യുന്നു. സാറ വരുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അപ്പോൾ മോദിയുടെ പോക്കറ്റിൽ ഒരു കുങ്കുമ നിറത്തിലുള്ള ഒരു കർച്ചീഫ് ഉണ്ട്. അത് നോക്കി ബിബി പറയുന്നു ഭാര്യയുടെ അടുത്ത്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് ഒരേ കളറാണ്, കാവ്യാണെന്ന് പറയുന്നു. സാഫ്രോൺ എന്നുള്ള വാക്ക് പറയുന്നുണ്ട്, രണ്ടും സാഫ്രോൺ ആണ്. അതൊരു അടയാളമാണ്. മാത്രമല്ല, രാത്രിയിൽ മോദിക്ക് വേണ്ടി ഒരു അത്താഴ വിരുന്നൊരുക്കി. അത്താഴ വിരുന്നിൽ നെതന്യാഹു ധരിച്ചുകൊണ്ട് വന്ന വേഷം ഇന്ത്യൻ ജാക്കറ്റാണ്. അതെ, നെഹ്റു അല്ല, മോദി ജാക്കറ്റ്. മോദി ഇടുന്ന പോലത്തെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നെതന്യാഹു വന്നിരിക്കുന്നു. എന്തൊരു സ്വീകരണമാണ്! എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ ബിബിനെ കെട്ടിപ്പിടിച്ചു, വർത്തമാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട്, സാറ ഹൗ ആർ യു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വളരെ വർഷങ്ങളായിട്ട് കാണാതിരുന്ന 2 സുഹൃത്തുക്കൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഇതുപോലെ അവരുടെ മുഖത്ത് സന്തോഷം, അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സന്തോഷം. അതേപോലെ കെനസറ്റിലേക്ക് പ്രസംഗിക്കാനായിട്ട് മോഡി വന്നപ്പോൾ മോദി മോദി എന്ന് പറഞ്ഞ് വിളിക്കുക, ഇതൊക്കെ ഒരാൾക്ക് കിട്ടാം. പാർലമെന്റ് അംഗങ്ങളാണ്. ഇതിനൊക്കെ ഉപരി മോദി പേരെടുത്ത് പറഞ്ഞാണ് ഹമസിനെ അറ്റാക്ക് ചെയ്തത്. ഹമസ് ഇത് ഭീകര പ്രവർത്തനങ്ങൾ എവിടെയാണെങ്കിലും അത് എല്ലാവരെയും വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹം പോയി പാർലമെന്റിന് മുമ്പിലുള്ള മെമ്മോറിയലിൽ പോയിട്ട് പുഷ്പചക്രം വയ്ക്കുകയും തൊഴുത് അവരെയൊക്കെ നമസ്കരിക്കുകയും ചെയ്തു, അവരുടെ മെമ്മോറിയലിന് വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ഈ ഒരു കാര്യം വ്യക്തമാണ്,
ഇന്ത്യ ഇസ്രായേലിനോട് 2014 മുമ്പ് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതൊന്നുമല്ല. 2014 ശേഷം അനുദിനം ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇസ്രായേലിനോട് കൂടി ചേർന്ന് നിൽക്കാനും അല്ലെങ്കിൽ ഇസ്രായേലിനെ ചേർത്ത് നിർത്താനാണ് ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. എത്ര പേരുടെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഓർക്കണില്ലേ സുനിൽ? എന്താ JFR ജേക്കബിന്റെ ഒക്കെ പേര് പറഞ്ഞു എന്നല്ലേ? 71 ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കാനും അദ്ദേഹമായിട്ട് മണിക്കൂറുകളോളം എത്രയോ ദിവസം ഞാൻ സംസാരിച്ചു. ഇന്ത്യ ഇസ്രായേൽ ബന്ധം എങ്ങനെ പുരോഗമിക്കുക, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഇന്ത്യയിൽ ഓരോ മേഖലകളിലും വന്ന് സെറ്റിൽ ചെയ്തിട്ടുള്ള ജൂതന്മാർ അവർ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുൾപ്പെടെ ഹിന്ദി സിനിമയിലെ ഡേവിഡ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, ക്യാരക്ടർ റോളിൽ വരാറുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചും ഇപ്പോൾ മണിപ്പൂർ ആൻഡ് മിസോറം ഏരിയയിൽ നിന്നും ഇന്നലത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ സംബന്ധിച്ച വാർത്തയുണ്ടായിരുന്നു. ലിഫ്റ്റ് പോവുകയാണ് അവർ. അപ്പോൾ അതൊക്കെ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഇദ്ദേഹം ഹെബ്രുവിലാണ് സംസാരിച്ചത് പാർലമെന്റ് അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അവിടെ ഇംഗ്ലീഷ് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ തോന്നുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടാണ് നെതന്യാഹു പറഞ്ഞത്. മോദി എന്ന് പറഞ്ഞ നമ്മുടെ ആളാണ്, നമ്മുടെ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ലീഡർ ആൻഡ് മൈ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് എന്നാണ് അദ്ദേഹം കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രസംഗത്തിൽ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ ഇസ്രായേൽ എന്ത് നടപടി എടുത്താലും എന്താ പറയണ മോദി അദ്ദേഹത്തിന് അവർക്ക് സപ്പോർട്ട് ചെയ്യും. കാരണമുണ്ട്, ആഗോള ഇന്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ്, ഉമ്മ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, അവിടെ നമ്മുടെ മലയാളം ഉമ്മ, അവര് തീരുമാനിച്ചിരിക്കുന്നത് ക്രൈസ്തവരെയും പിന്നെ മറ്റേ ഹിന്ദുക്കളെയും ഉന്മൂലനം ചെയ്യാനായിട്ടാണ്, അനിഹിലേറ്റ് ചെയ്യാനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ക്രൈസ്തവരെയും പിന്നെ ജൂതന്മാരെയും ഹിന്ദുക്കളെയും. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിന് ഇന്ത്യയുടെ സഹായം ആവശ്യമുണ്ട്. പക്ഷെ നമ്മളവരോടൊന്നും എന്താ പറയണ, അവർ നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ പകുതി പോലും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സുനിലിന് അറിയില്ലേ, 1977 മൊറോർജി ദേശായി പ്രധാനമന്ത്രി ആയപ്പോൾ 78 അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി മെനാച്ചിം ബെഗീൻ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ വെയ്സ്മാൻ എന്ന് പറഞ്ഞ ആളാണ്, എനിക്ക് പേര് ഓർമ്മയില്ല, വെയ്സ്മാൻ ആണെന്ന് തോന്നുന്നു, നല്ല സുന്ദരനായൊരു മനുഷ്യൻ. അദ്ദേഹത്തിനെയും മോശെ ദയാനെയും കൂടി കൂട്ടി, മോശെ ദയാൻ അറിയില്ലേ, രാജ്യരക്ഷാ മന്ത്രി, മറ്റേ മോണോക്കിൾ വെച്ചിട്ടുള്ള ഒരാള്, അതെ ആർമി കമാൻഡർ ആയിരുന്നു. അദ്ദേഹത്തിനെയും കൂട്ടി ഇവിടെ വിട്ടു പ്രധാനമന്ത്രിയായിട്ട് ചർച്ച നടത്താനായിട്ട്. അപ്പോൾ അന്ന് ഇന്ത്യയും ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഒന്നും ഇല്ലാതിരുന്ന വേറെ ഏതോ റൂട്ട് വഴിയാണ് അവർ വന്നത്. എന്നിട്ട് അവരെ ഒരു ബോംബെ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു വിമാനമുണ്ട്, സോവിയറ്റ് നിർമ്മിത വിമാനമുണ്ട്. ആ വിമാനത്തിലാണ് ഡൽഹിയിൽ പുടിൻ സഞ്ചരിക്കുന്ന ഇല്യൂഷനിലാണ്. അപ്പോൾ അതിനകത്ത് വന്നിട്ട് മൊറോർജി ദേശനെ കണ്ടപ്പോൾ മോശെ ദയാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കഹൂട്ട, പാകിസ്ഥാനിലെ കഹൂട്ടയിൽ ആ സംഭവം അറിയില്ല, കഹൂട്ടയിൽ ഒരു ആറ്റമിക് പവർ പ്ലാന്റ് ഉണ്ട്. അവിടെയാണ് അവർ ഇസ്ലാമിക് ബോംബ് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇസ്ലാമിക് ബോംബ് അസംബിൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കണം, ഒന്ന് ഇന്ത്യയെയും രണ്ട് ഇസ്രായേലിനെയാണ്. കാരണം ഈ ഇസ്ലാമിക് ബോംബ് അസംബിൾ ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനെ ഫൈനാൻസ് ചെയ്യുന്നത് ലിബിയ, ചൈനയാണ്. അവർ ശരിക്കും അത് കട്ടുകൊണ്ട് വന്ന സാധനമാണ് ഈ അതിൻ്റെ ഫോർമുലയൊക്കെ, ഖാനൊക്കെ. അപ്പം നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ F-16 വിമാനമുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും പറന്ന് ബോംബെയിൽ എത്തിക്കോളാം, ഹിമാലയത്ത് വഴി എങ്ങനെയെങ്കിലൊക്കെ പറന്നെത്തിക്കോളാം. ഞങ്ങൾ റീഫ്യൂവൽ ചെയ്യാനായിട്ട് അലൗ ചെയ്യണം. ഇവിടെ ബോംബെയിലോ അതല്ലെങ്കിൽ ജാംനഗറിലുള്ള എയർബേസിൽ റീഫ്യൂവൽ ചെയ്യാൻ അനുമതി തന്നാൽ മതി. നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പോയി ആ കഹൂട്ട പ്ലാന്റ് തകർത്ത് തരാം. അപ്പോൾ ഈ മൊറോർജി ദേശായി പക്ക ഗാന്ധിയനാണല്ലോ, അതൊന്നും പാടില്ല, അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോശെ ദയാൻ അദ്ദേഹത്തിന് എഴുതി ഇത് കൊടുത്തു, എന്താ പറയുക, എല്ലാ ഡയഗ്രാമും കൊടുത്തു. ഇവിടെയാണ് ഇത് വരുന്നത്, ഈ പ്ലാന്റ് വന്നാൽ നിങ്ങൾക്ക് കേടാണ്,
ഭാവി ഒരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. ഇവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ പാടില്ല. നമ്മൾ അവരെ പാകിസ്ഥാൻകാരോട് നമുക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷേ അവർ അറ്റോമിക് പ്ലാന്റുമായിട്ട് അറ്റോമിക് പവർ പ്രൊജക്റ്റ് ഈ ന്യൂക്ലിയർ ബോംബ് നിർമ്മാണ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യണത്. അത് ഇതാക്കണം എന്ന് പറഞ്ഞ് ഈ ഡയഗ്രാം ഒക്കെ കൊടുത്തു. നിങ്ങൾക്ക് മനസ്സിന് മാറ്റം വരും. അപ്പം മൊറാർജി അറിയാമല്ലോ, പക്ക ഗാന്ധിയനാണ്. ഈ പറഞ്ഞ പോലെ എന്താ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോകാൻ നേരത്ത് അന്ന് ഇന്ത്യയിൽ നിന്ന് പോണവർക്ക് ഈ കോളറ അതിൻ്റെയൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേണം. അപ്പോൾ മൊറാർജി പറഞ്ഞു ഇഞ്ചക്ഷൻ എന്നുള്ള ഇടപാടൊന്നും കൊണ്ട് ഞാൻ വരില്ല അവിടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഇഞ്ചക്ഷൻ ആ റൂള് മാറ്റി, അദ്ദേഹത്തിന് വേണ്ടി മാത്രം മാറ്റി റൂള്. ദെൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്താ പറയുക മാറ്റം വരിക, ഞങ്ങളുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ പറയൂ, ഞങ്ങളൊന്നും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി. എന്നിട്ട് ഈ മൊറാർജി ദേശായി എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം സിയാവുളക്കിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത ഇതിൽ വെച്ചിട്ട് സിയാവുളക്കിന് ഈ ഡയഗ്രാം കൊണ്ട് കൊടുത്തു. അതേ നിങ്ങൾ ആറ്റം ബോംബൊന്നും ഉണ്ടാക്കരുത് കേട്ടോ, വലിയ പാടാ അത് മുഴുവൻ ഇസ്രായേലുകാരും കൊണ്ട് തന്ന ഞങ്ങൾക്ക് അതൊക്കെ അറിയാം അവിടെ നിങ്ങൾ എന്താ ഉണ്ടാക്കണേന്നുള്ളത്. അങ്ങേര് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പരാജയമായിരുന്നു അത്, ഏറ്റവും വലിയ തെറ്റായിരുന്നു അത്. സിയാവുകളൊക്കെ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ആ അറ്റോമിക് പവർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഇസ്രായേലിന് വിവരം ചോർത്തി കൊടുത്ത എല്ലാവരും വെടിവെച്ച് കൊന്നു. മൊസാദിന് വരെ അവിടെ ഏജന്റുമാരുണ്ടായിരുന്നു, സുനിൽ, അവര് മുഴുവൻ വെടിവെച്ച് കൊന്നു ഈ ഗാന്ധിയൻ കാരണം. പക്ഷെ അദ്ദേഹത്തിന് ചീത്ത പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ പോളിസി അതായിരിക്കാം. അവരത് ശരിക്കും തന്നെ പ്രധാനമന്ത്രി അറിയാണ്ട് വേറെ എങ്ങനെയെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. അല്ല അന്നത്തെ രാജ്യരക്ഷാമന്ത്രിനെയോ അതല്ലെങ്കിലും മറ്റേ ആഭ്യന്തരമന്ത്രിനെ വിളിച്ച് പറഞ്ഞ സംഗതി ശരിയാക്കിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അവർ ഹൈ ലെവലിൽ പോകാൻ പോയി. അങ്ങനെ ആ പദ്ധതി അതല്ലെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ അനുഭവം കിട്ടൂലായിരുന്നു. അപ്പോൾ ആ കാലമൊക്കെ മാറി. ഇപ്പോൾ ഇന്നലത്തെ പ്രസംഗത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, ഹമാസിനെതിരെ ഹെസ്ബുള്ളയ്ക്കെതിരെ പ്രധാനമന്ത്രി ഇന്ത്യ ശക്തമായിട്ട് നിലനിൽക്കും, ഈ ഇസ്രായേൽ ഇടയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിക്കണം. അപ്പം ഇന്നലെ അവരുടെ പാർലമെന്റിൽ വെച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു അവർ ഭീകരപ്രവർത്തനമാണ് ചെയ്തതെന്ന്. ഭീകരപ്രവർത്തനമല്ലേ ചെയ്യണത്? ഭീകരന്മാരല്ലേ? ഇവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നുല്ലോ ഹമാസിന്റെ ആൾക്കാരെ കൊണ്ടുവന്ന്, എന്താണ് പറയണത്, നമ്മുടെ ആനപ്പുറത്ത് നിർത്തിയെത്തി. അപ്പൊ അത് പിണറായി വിജയനും പിന്നെ അതുപോലെ CPM-നും കോൺഗ്രസിനും ഒക്കെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പ്രിയങ്കയും രാഹുലും എന്തുകൊണ്ടായിരിക്കും മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെ എതിർക്കുന്നത്? ഒരു കാരണമില്ലല്ലോ. ഇന്നലെ അവരുടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു കേട്ടോ, എന്താ ഇസ്രായേലിലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഞാൻ ഒന്നും പ്രസംഗിക്കുന്നില്ല, കാരണം ഞങ്ങളെല്ലാവരും അങ്ങയുടെ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുകയാണ്, എനിക്കിവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല, മോദി വരുന്നതിന് മുമ്പ് ഇസ്രായേലിൽ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി. മോദി വന്നപ്പോൾ എല്ലാവരും തിരിച്ചു വന്നു. അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനോട് കാണിച്ചു കൊടുത്താൽ മനസ്സിലാവില്ല അവർക്ക്. ഇവിടുത്തെ പ്രതിപക്ഷം മുഴുവനും രാഷ്ട്രീയ വിഷയത്തിൽ ഇസ്രായേൽ സർക്കാരിനുള്ള എതിർപ്പ് കൊണ്ട് ഇറങ്ങിപ്പോയ പ്രതിപക്ഷം ഇസ്രായേലിന്റെ സുഹൃത്തായ മോദി വന്നപ്പോൾ പോയവരെല്ലാം തിരിച്ചു നിന്ന് കൈയടിച്ച് മോദി മോദി എന്നും പറഞ്ഞ് സ്വാഗതം ചെയ്തു. മാന്യത. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ. അതെ, മാന്യത, ഡിഗ്നിറ്റി. കാരണം അവരൊക്കെ നല്ല നല്ല കുടുംബത്തിൽ പിറന്നവരും നല്ല വിദ്യാഭ്യാസം നേടിയവരും സ്വന്തം പൈതൃകത്തെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നവരുമാണ്, അഭിമാനമുള്ളവരുമാണ്. പൈതൃകം മറിഞ്ഞുകൂടാത്തവരെ എന്ത് പറയുന്നു. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വളരെ അഭിമാനകരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇസ്രായേലിൻ്റെ മണ്ണിൽ കിട്ടിയ ചരിത്രത്തിലില്ലാത്ത സ്വീകരണം. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത്. സുനിൽ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ഇസ്രായേലി സുഹൃത്തുണ്ട് ടെൽ-അവീവിൽ. ഞാൻ അദ്ദേഹത്തിന് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നില്ലേ. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ പൊതുവെ മൂഡ് അപ്ബീറ്റ്? ഇറ്റ് ഈസ് അപ്ബീറ്റ്, ദ മൂഡ് ഈസ് അപ്ബീറ്റ്, സോ പീപ്പിൾ ആർ സോ ത്രിൽഡ്. ആൻഡ് ഞാൻ ചോദിച്ചു വാട്ട് കൈൻഡ് ഓഫ് എക്സ്പെക്റ്റേഷൻസ്, നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? എക്കണോമിക്സ്, എന്താ പറയണേ, കോപ്പറേഷൻ, അഗ്രികൾച്ചറൽ കോപ്പറേഷൻ, അതൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞങ്ങളുടെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണ്, ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കേണ്ടത്? ഞങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഇന്ത്യ ഞങ്ങൾക്കെല്ലാം തന്നോളും എന്നാണ് അവർ പറയുന്നത്. അതെ, നമുക്കും പറയാം മോദി പറഞ്ഞ പോലെ ഇസ്രായേൽ ഹായ്. യെസ്.